എൻ്റെ വായനാനുഭവങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട 3 പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു ദേശത്തിന്റെ കഥ ബൈ എസ്.കെ. പൊറ്റക്കാട്, പിന്നെ സുന്ദരികളും സുന്ദരന്മാരും ബൈ ഉറൂബ്, ആൻഡ് ദ ആൽക്കെമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ. ഈ ഓരോ പുസ്തകവും ഒരു ലോകം തന്നെയാണ്. ഈ പുസ്തകങ്ങളെ ഇത്രമാത്രം സ്പെഷ്യലാക്കുന്നത് എന്താണ്? സാന്റിയാഗോ എന്ന ഇടയൽ ബാലൻ തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി യാത്ര തുടങ്ങുന്നതാണ് ആൽക്കെമിസ്റ്റ് പുസ്തകം ഓരോ തവണ വായിക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. ഓരോ തവണ വായിക്കുമ്പോൾ അതൊരു പുതിയ പുസ്തകമായിട്ടാണ് ഞാൻ വായിച്ചത്. ഈച്ച് ടൈം ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ മീ ആൻഡ് ദ ബുക്ക് ഈസ് എ ഡിഫറെന്റ് ബുക്ക്. അത് ഓരോ തവണ ഞാൻ വായിക്കുമ്പോഴും ഞാൻ പുതിയൊരു വ്യക്തിയും ആ പുസ്തകം പുതിയൊരു പുസ്തകവുമാണ്. അതൊരു മാജിക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് വിത്ത് ആൽക്കെമിസ്റ്റ്. നമ്മളൊരു കാര്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഈ ലോകം തന്നെ അത് നേടാൻ നമ്മളെ സഹായിക്കും എന്ന് കഥകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. സെക്കൻഡ് ബുക്ക് സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു പുസ്തകമല്ല, ഒരു 2 ദശാബ്ദ കാലത്തെ കാലഘട്ടം എങ്ങനെയാണെന്നൊരു ജീവിതാനുഭവം നമുക്ക് പകർന്നു തരുന്ന ഒരു പുസ്തകമാണ് സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിന്റെ ഏറ്റവും മികച്ച സൃഷ്ടി. മാപ്പിള ലഹള, ലോകമഹായുദ്ധം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കേരളം, അതിനുശേഷമുള്ള കേരളം, ഇതിനൊക്കെ ഇത്ര സുന്ദരമായ നല്ല രീതിയിൽ വിവരിച്ച വേറൊരു പുസ്തകം ഐ ഡോണ്ട് തിങ്ക് സോ ദേർസ് അനദർ വൺ. ഈ പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ചുറ്റും തന്നെയുള്ള ഓരോരുത്തരായിട്ട് നമുക്ക് തോന്നും. പുസ്തകത്തിന്റെ പേര് പറയുന്ന പോലെ നമ്മളെ ചുറ്റിലുള്ള സുന്ദരികളെയും സുന്ദരന്മാരെയും നമുക്ക് തിരിച്ചറിയാനും അങ്ങനത്തെ ആൾക്കാരെ തേടി പോവുകയും ചെയ്യുന്നൊരു വായനാനുഭവമാണ് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ അതിരാണിപ്പാടത്താണ് ഈ കഥ തുടങ്ങുന്നതും ആ നെൽവയലുകളും ആ ഗ്രാമപ്രദേശവും അവിടുത്തെ വീടുകളും അവിടുത്തെ ചുറ്റുപാടും ആളുകളും അവിടുത്തെ കഥകളും. ജ്ഞാനപീഠം അവാർഡ് കരസ്ഥമാക്കിയ ഈ കൃതി ഓരോ മലയാളിയും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഞാൻ ഇനി 3 പുസ്തകങ്ങളെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഓരോ പുസ്തകങ്ങളെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് കഥകളും കാര്യങ്ങളും എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ച നല്ല പുസ്തകങ്ങളാണിത്. അപ്പൊ എന്നെ പോലെ ഈ പുസ്തകം വായിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പറയുക, എല്ലാവർക്കും മനസ്സിലാവാലോ. അതേപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.